ഇതെന്റെ ഫസ്റ്റ് വയനാട് ട്രിപ്പാണ്. അപ്പോൾ ഞങ്ങൾ മൺസൂണിന്റെ ഓൺസെറ്റ് സമയത്താണ് പോയത്. ഇതിന്റെ പ്രോസ് ആൻഡ് കോൺസ് എന്ന് പറയുന്നത് നല്ല മിസ്റ്റിയും കാം ആൻഡ് റിലാക്സിംഗ് ആയിട്ടുള്ള ക്ലൈമറ്റ് ആണ്. പക്ഷേ അതേപോലെ തന്നെ ചില ടൂറിസ്റ്റ് പ്ലേസുകൾ ക്ലോസ്ഡ് ആയിരിക്കും. അപ്പോൾ ഞങ്ങളുടെ 3 ഡേയ്സിലെ എക്സ്പീരിയൻസ് ആണ് ഞങ്ങൾ വെറും 3 മിനിറ്റ്സ് കൊണ്ട് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്കിപ്പ് അടിക്കാണ്ട് ഫുള്ളും കാണണം. ഞങ്ങൾ വിൽട്ടൺ ഹോട്ടലിൽ നിന്നായിരുന്നു ലഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ കുറേ ഫേമസ് പേഴ്സണാലിറ്റീസിന്റെ അഭിപ്രായം സൈനൊക്കെ വാങ്ങിച്ചിട്ട് ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കൊരു ജൂനിയർ മെനു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇന്ന് അങ്ങനെ ഒന്നും ഓർഡർ ചെയ്തില്ല. അവിടുത്തെ ആൽമണ്ട് ബ്രോക്കലി സൂപ്പ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ കൂടെ റസ്കിന്റെ മേലെ കുറച്ച് ചില്ലി ഫ്ലേക്സ് കിട്ടിയൊരു സാധനം കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും അവിടെ ഇഷ്ടപ്പെട്ടത് ക്രാബാണ്. പക്ഷേ ക്രാബ് കഴിക്കാൻ അറിയില്ലെങ്കിൽ ഞാൻ മസാല കൂട്ടി കഴിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ക്രാബ് കഴിക്കാൻ അറിയുകയാണെങ്കിൽ എന്തായാലും ഔട്ട്പുട്ട് അത് പറയണം. അവിടെ പോയിട്ട് മോസ്റ്റ്ലി സീ ഫുഡാണ് പറഞ്ഞത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ റൂമിലേക്ക് വിട്ടു. അപ്പോൾ നമ്മൾ ഇരുളം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ് സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഇനിയൊരു റൂം ടൂർ ചെയ്യാം. ഞങ്ങൾ സ്റ്റേ ചെയ്തതിന്റെ ഉള്ളിൽ ഇന്റീരിയർ നല്ല അസ്തറ്റിക് ആയിട്ടുണ്ടായിരുന്നു. ആ ഒരു സോഫ ആക്ച്വലി ഒരു കൺവേർട്ടബിൾ ബെഡും കൂടെയാണ്. റൂം നല്ല സ്പേഷ്യസ് ആയിരുന്നു. പിന്നെ 3 സൈഡും ഗ്ലാസ് കവറിംഗ് ആയിരുന്നു. എന്റെ ഫേവറേറ്റ് ആ മിനി ലൈബ്രറി ആണ്. ഇനി ബാൽക്കണി വ്യൂ നോക്കാം. ബാൽക്കണി വ്യൂവിൽ പാഡി ഫീൽഡിന്റെ ഒരു വ്യൂ ആണ് വരുന്നത്. അവിടെ സൈഡിൽ ഒരു ടേബിളും ഒരു ചെയറും ഉണ്ട്. പകൽ, മഴ, ഒരു കപ്പ് ചായ. ആഹാ ഫീല്. പിന്നെ ഒരു നൈറ്റ് റൈഡ് ആവാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ മുത്തങ്ങ റൂട്ട് വിട്ടു. അപ്പോൾ അവിടെ ആനയും സമ്മാളൊക്കെ കണ്ടു. പക്ഷെ ഒന്നും പിച്ച് ഡാർക്ക് ആയതുകൊണ്ട് വീഡിയോ ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ അടുത്ത ദിവസം ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് ഞങ്ങൾ നേരെ 900 കണ്ടി പോയി. എല്ലാരും പറഞ്ഞു അങ്ങോട്ട് കേരളാണ് കൗതുകം ലേശം കൂടുതലാണ്. അങ്ങനെ ഞങ്ങൾ കുലുങ്ങി കുലുങ്ങി മേലെത്തിയപ്പോഴോ നല്ല അസൽ കാറ്റ്. ഫോണൊക്കെ കയ്യിൽ നിന്ന് തെറിച്ചു എന്ന് വരെ വിചാരിച്ചു. അപ്പൊ നമ്മൾ ഈ ഓഫ് റോഡൊക്കെ കയറി വന്നത് ഈ ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ വേണ്ടിയിട്ടാണ്. കാല് വെച്ചുവിടുന്ന എന്റെ പൊന്നോ എന്തൊരു തണുപ്പായിരുന്നു. ആൻഡ് നല്ല അടിപൊളി വ്യൂ പോയിന്റ് ആയിരുന്നു. പക്ഷെ നല്ല മഞ്ഞുള്ള കാരണം അത്ര ക്ലിയർ ഒന്നും അല്ല. ഇതല്ല ഇതിനപ്പുറം ചാടി കടന്നവനാണ് ഈ കെ ജോസ്. അപ്പൊ അതൊക്കെ കഴിഞ്ഞപ്പോൾ ലഞ്ച് ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ബോച്ചയുടെ റെസ്റ്റോറൻറ്റിലാണ് പോയത്. അങ്ങനെ ബീഫൊന്നും ഞാൻ കഴിക്കാറില്ല. പക്ഷെ ഇവിടുന്ന് ഞാൻ പൊറോട്ടയും ബീഫും കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും നല്ല ഹെവി റെയിൻ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബിരിയാണീനെക്കാട്ടിലും ടേസ്റ്റ് പൊറോട്ടയായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് എന്നൂർ വിസിറ്റ് ചെയ്തിട്ട് ഹണി മ്യൂസിയം വിസിറ്റ് ചെയ്യാനായിരുന്നു പ്ലാന്. പക്ഷെ ഹെവി റെയിൻ ആയതുകൊണ്ട് എന്നൂർ ക്ലോസ്ഡ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരെ ഹണി മ്യൂസിയത്തിലേക്കാണ് പോയത്. ആ പ്രോസസ്സൊക്കെ നല്ല വൃത്തിക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറെ ഫാക്ട്സിനെ ഞെട്ടിച്ചു. എല്ലാവർക്കും കുറച്ച് സാമ്പിൾസ് വന്നിട്ടുണ്ടായിരുന്നു ഹണിയുടെ. എന്റെ ഫേവറേറ്റ് ലിച്ചി ആയിരുന്നു. ദ സ്വീറ്റസ്റ്റ് ഹണി ഐ ഹാവ് എവർ ടേസ്റ്റഡ്. നൈറ്റ് നല്ല ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾ ബാർബിക്യൂ ആണ് ട്രൈ ചെയ്തത്. ആൻഡ് ബാർബിക്യൂ വാസ് ജസ്റ്റ് ഹെവൻ. അപ്പോഴും നല്ല ഹെവി റെയിൻ ഉള്ളത് കാരണം ഞങ്ങൾ ഉള്ളിൽ വെച്ചിട്ടാണ് ഗ്രിൽ ചെയ്തത്. പിന്നെ ഞങ്ങൾ നെക്സ്റ്റ് ഡേ എന്നൂറും കാഴപ്ര ഡാമും വിസിറ്റ് ചെയ്തു. പക്ഷെ അത് ഹെവി റെയിൻ കാരണം ക്ലോസ്ഡ് ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ 1980s പോയി അബു സലീമിന്റെ റെസ്റ്റോറൻറ്റിൽ. അവിടെ നല്ല കേരള ഒത്തന്റിക് ഡിഷസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ അവിടെ പോവുകയാണെങ്കിൽ മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു ഡെസേർട്ട് ഐറ്റം എന്ന് പറയുന്നത് മിൽക്ക് കേക്ക് ആണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ ഡെസേർട്ട്സ് റാങ്ക് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് മിൽക്ക് കേക്ക്, സെക്കൻഡ് ലോട്ടസ് ബിസ്കറ്റ്, തേർഡ് ടെൻഡർ കോക്കനട്ട്. അങ്ങനെ 1980s ഫുഡും കഴിച്ച് നമ്മുടെ ടൂർ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് ഇനി ഹണി മ്യൂസിയത്തിൽ നിന്ന് എന്തൊക്കെയാണ് വാങ്ങിച്ചത് കാണാം. സോപ്പ്, പിന്നെ ലിബാം, ടോയ് ഹാർമോണിക്ക, പിന്നെ ഹണി. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ വാങ്ങിച്ചത്. ആൻഡ് ദിസ് ഇസ് ടീം നിഷാസ് പാരഡൈസ് സൈനിങ് ഔട്ട്.